നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമകളിലെ നമ്മളറിയാത്ത ചില സീക്രട്ടുകളെ പറ്റിയാണ്. ലിസ്റ്റിലായെത്തിയത് പറക്കും തളിക എന്ന സിനിമയാണ്. നമ്മുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പോൾ ടി വിയിൽ വന്നാലും നമ്മൾ കാണുന്ന ഒരു സിനിമയാണ് പറക്കും തളിക. ഇതിലെ ഒരു മെയിൻ ക്യാരക്ടറാണ് ചിണ്ടൻ എന്ന പേരുള്ള ഒരു എലി. സിനിമയുടെ ചില സീനുകളിൽ എലിയെ കാണിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഭൂരിഭാഗം സീനുകളിലും എലിയില്ല. എലി ഉള്ളതായി ഹരിശ്രീ അശോകൻ ഇമാജിൻ ചെയ്താണ് അഭിനയിച്ചത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ടൈമിൽ എലിക്ക് വേണ്ടി ഓഡിഷൻ വരെ വെച്ചിട്ടുണ്ട്. എലി കൈവശമുള്ള ആർക്കും എലിയെ കൊണ്ടുവരാം എന്നിവർ പരസ്യം കൊടുത്തിരുന്നു. ഒരുപാട് ആളുകൾ എലിയെ കൊണ്ടുവന്നു. ഒരെലിക്ക് 200 മുതൽ 500 രൂപ വരെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വൈറ്റ് കളറിലുള്ള വളർത്തെലികളെയും വാങ്ങിയിട്ടുണ്ട്. എലിയുടെ ക്ലോസപ്പ് ഷോട്ട് കാണിക്കുന്ന സീനുകളിൽ യഥാർത്ഥത്തിൽ ഇതൊരു വൈറ്റ് എലിയാണ്. എലിയുടെ കളർ മാറ്റിയാണ് ഈ ഒരു സീൻ ഷൂട്ട് ചെയ്തത്. നമ്മൾ പറഞ്ഞിരുന്നു ചില സീനുകളിൽ എലിയുള്ളതായി സങ്കല്പിച്ചുകൊണ്ടാണ് ഹരിശ്രീ അശോകൻ അഭിനയിച്ചത്. ഈ ഒരു സിനിമയിൽ എലി ചില സീനുകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ രാജമൗലിയുടെ ഈച്ച എന്ന സിനിമയിൽ ഒരു സിനിമ മുഴുവനായി ഈച്ച ഉള്ളതായി സങ്കല്പിച്ച് അഭിനയിച്ചൊരു നടനുണ്ട്. ആ ഒരു നടനാണ് കിച്ച സുദീപ്. ഈച്ച സിനിമയിൽ നമുക്കറിയാം ഈച്ച VFX ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷേ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ മാത്രമേ VFX വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സിനിമ മുഴുവനായി ഈച്ചയുള്ളതായി സങ്കല്പിച്ച് ആക്ട് ചെയ്യുകയാണ് കിച്ച സുദീപ് ചെയ്തത്. അടുത്തത് പോക്കിരി രാജ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ മമ്മൂക്കയും പൃഥ്വിരാജും പരസ്പരം പറയുന്നൊരു ഡയലോഗുണ്ട്. ഭീരുക്കൾ 1000 തവണ മരിക്കും, ധീരന് മരണം ഒരു തവണയുള്ളൂ. തല്ലാൻ വരുന്നവനെ തല്ലണം, കൊല്ലാൻ വരുന്നവനെ കൊല്ലണം. അതായത് ഒരേ അച്ഛന്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. ഇവർ രണ്ടുപേരും പരസ്പരം അറിയുന്നില്ല. പണ്ട് പറഞ്ഞിരുന്ന ഡയലോഗുകൾ വെച്ച് തിരിച്ചറിയുന്നു. 80-ൽ പുറത്തിറങ്ങിയ ലവ് ഇൻ സിംഗപ്പൂർ എന്ന മലയാള സിനിമയിൽ നമുക്ക് സെയിം ഇതേപോലൊരു സീൻ കാണാം. ഇതും ഒരു മൾട്ടി സ്റ്റാർ സിനിമയായിരുന്നു. ഇതൊരു പക്ഷെ ഒരു കോൺഫിഡൻസോ റെഫറൻസോ ആയിരിക്കാം. ഈ ഒരു സീനിൽ നിങ്ങൾ റീൽസിലൂടെ കണ്ടിട്ടുണ്ടാവും. വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കമാൺ ഗെറ്റ് അപ്പ്. താഴെ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. അനിയ അടുത്തത് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിലെ ഒരു ഫേമസ് ഡയലോഗാണ് കണ്ടത് നിജം, കാണാത്തത് പോയി, നീ കണ്ടതെല്ലാം പോയി, നീ കാണപ്പോകുന്നത് നിജം. ഈ ഒരു ഡയലോഗ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു തവണ മാത്രം മാറ്റി പറയുന്നുണ്ട്. കണ്ടത് പോയി എന്നും കാണപ്പോവത് നിജമെന്നാക്കുന്നുണ്ട്. സിനിമയിലെ വാലിബൻ എന്ന ക്യാരക്ടർ വളരെ പവർഫുൾ ആയ ക്യാരക്ടറാണ്. ഓരോ സ്ഥലത്ത് പോയി ഓരോ മല്ലന്മാരുമായി ചലഞ്ച് ചെയ്യുന്നു. അങ്ങനെ എല്ലാത്തിലും വിജയിച്ച് വാലിബൻ കരുതിയിരിക്കുന്നത് വാലിബനാണ് ഏറ്റവും പവർഫുൾ എന്നാണ്. എന്നാൽ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വാലിബന്റെ അച്ഛനാണ് ഈ ഒരു ഡയലോഗ് മാറ്റി പറയുന്നത്. വാലിബന്റെ അച്ഛൻ വാലിബനേക്കാൾ പവർഫുൾ ആണെന്ന് ഈ ഒരു ഡയലോഗിൽ നിന്നും ഹൾക്ക് ചാടുന്നത് പോലുള്ള ആ ചാട്ടത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും. വാലിബൻ എന്ന ക്യാരക്ടറിന് കർണാഭരണം എന്ന ഒരു പ്രത്യേക ഓർണമെന്റ് ഉണ്ട്. ഇതിന്റെ കളർ റെഡ് ആണ്. എന്നാൽ വാലിബന്റെ അച്ഛനും ഈ ഒരു സെയിം സാധനമുണ്ട്. പക്ഷെ ഇതിന്റെ കളർ യെല്ലോ ആണ്. എന്തു തന്നെയായാലും ഈ ഒരു സിനിമ എയറിലായിരുന്നില്ല എങ്കിൽ ഇവർ തമ്മിലുള്ള വളരെ മികച്ചൊരു ഫൈറ്റ് നമുക്ക് കാണാമായിരുന്നു. അടുത്തത് യോധ എന്ന സിനിമയാണ്. 36 ചേംബർ ഓഫ് ഷാവോലിൻ എന്ന സിനിമയിൽ നിന്നും ദി ഗോൾഡൻ ചൈൽഡ് എന്നീ 2 സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയാണ് യോധ സിനിമ എടുത്തത്. 36 ചേംബർ ഓഫ് ഷാവോലിൻ ഈ സിനിമയിലെ ഒരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സിനിമ ഫുൾ ഒരു കുൻഫു ആക്ഷൻ സിനിമയാണ്. ഇവരുടെ ഒരു കുൻഫു ട്രെയിനിങ് സീനാണിത്. ചെസ്റ്റിന്റെ 2 ഭാഗങ്ങളിലും 2 കത്തി വെച്ച് കെട്ടി ഇവരെല്ലാം ചെന്ന് വലിയ 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവരണം. അതും പലതവണ. എത്ര തന്നെ ക്ഷീണിച്ചാലും ഒരിക്കലും ചെസ്റ്റിന്റെ പൊസിഷൻ മാറാൻ പാടില്ല. മാറിക്കഴിഞ്ഞാൽ 2 സൈഡും ഇവന്റെ പോലെയാവും. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഗോൾഡൻ ചൈൽഡ് എന്ന സിനിമയിൽ നിന്നാണ് യോധ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള തീം ഇൻസ്പയർ ആയിരിക്കുന്നത്. എഡ്ഡി മുർഫി ആയിരുന്നു ഇതിലെ നായകൻ. യോധ സിനിമയ്ക്ക് മറ്റൊരു സീക്രട്ട് കൂടിയുണ്ട്. യോധ സിനിമയിൽ മെയിൻ വില്ലന്റെ കൂടെയുള്ള മറ്റൊരു വില്ലനുണ്ട്. ഇദ്ദേഹത്തിന്റെ മകനായിരുന്നു ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടറായ സിദ്ധാർത്ഥ് ലാമ. അടുത്തൊരു സീക്രട്ടാണ് സിനിമയിലെ ഡ്രസ്സുകൾ. ഒരേ ഡ്രസ്സ് തന്നെ പല സിനിമകളിലും വീണ്ടും വീണ്ടും യൂസ് ചെയ്യാറുണ്ട്.
സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഡ്രസ്സുകൾ ചില പ്രൊഡക്ഷൻ കമ്പനികൾ സിനിമ കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്ക് തന്നെ കൊടുത്തുവിടും. മറ്റ് ചില പ്രൊഡക്ഷൻ കമ്പനികൾ ഇത് റീസൈക്കിൾ ചെയ്ത് ഇതിൽ നിന്ന് തന്നെ പുതിയ ഡ്രസ്സുകൾ ഉണ്ടാക്കും. ഇതിൽ രണ്ടിലും പെടാതെ റീയൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനികളുമുണ്ട്. അങ്ങനെ റീയൂസ് ചെയ്ത സീനുകളാണ് നമ്മൾ നോക്കുന്നത്. ലിസ്റ്റിലാക്കിയത് 2004 പുറത്തിറങ്ങിയ രസികൻ എന്ന സിനിമയാണ്. രസികൻ സിനിമയുടെ ഈ ഒരു സീനിൽ ഇവിടെ മൊത്തം 4 കോസ്റ്റ്യൂം ഉണ്ട്. ഇതിലെ 3 കോസ്റ്റ്യൂമും നമുക്ക് ഈ സിനിമ പുറത്തിറങ്ങുന്നതിന് 1 വർഷം മുമ്പ് പുറത്തിറങ്ങിയ CID മൂസ സിനിമയിൽ കാണാൻ സാധിക്കും. ഈ ഒരു സീനിൽ പച്ച ഡ്രസ്സ് കാണാം, മറ്റൊരു സീനിൽ വൈറ്റ് ഡ്രസ്സ്, അടുത്ത സീനിൽ 3ാമത്തെ ഡ്രസ്സ്. ഈ 2 സിനിമകൾക്കും വേണ്ടി സെയിം കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു. അടുത്തത് 2015 പുറത്തിറങ്ങിയ അടി കപ്പിയാരെ കൂട്ടാമണി എന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഈ ഒരു സീനിൽ നീരജ് മാധവന്റെ സെയിം ടീഷർട്ട് ഈ സിനിമയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ മുത്തുഗാവ് എന്ന സിനിമയിൽ ഈ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 സിനിമയുടെയും പ്രൊഡ്യൂസർ സെയിം ആണ്. അടുത്തത് 1989 പുറത്തിറങ്ങിയ മമ്മൂക്കയുടെ കാർണിവൽ എന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഐക്കോണിക് സീനിൽ ഭരതമാമയുടെ പാന്റിന് എത്ര കീശയാ? 3 പടാ. മമ്മൂക്ക ഇട്ടിരിക്കുന്ന സെയിം ഡ്രസ് തന്നെ ഇതേ വർഷം പുറത്തിറങ്ങിയ ലാലേട്ടന്റെ വരവേൽപ്പ് എന്ന സിനിമയിൽ കാണാം. പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡ്രൈവറെ, സ്പീഡ് തീരെ പോരാട്ടോ. നമ്മളാരാണാവോ? അടുത്തത് 2011 പുറത്തിറങ്ങിയ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയാണ്. ഈ സിനിമയിൽ ബിജു മേനോന്റെ ടീഷർട്ട്, 2009 പുറത്തിറങ്ങിയ ജയസൂര്യയുടെ ഇവർ വിവാഹിതരായാൽ എന്ന സിനിമയിൽ സുരാജ് വെഞ്ഞാർമൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ചേട്ടന് ചേരുന്ന നമ്പർ തന്നെ 9. ഞാൻ ചന്തയിൽ പോകുമ്പോഴേ എല്ലാരും പറയും ദേ 9 വക്കീൽ വരുന്നു, 9 വക്കീൽ വരുന്നില്ല. നീ ഇങ്ങോട്ട് മാറിക്കാം, ഞാൻ ഇപ്പൊ എടുത്ത. അടുത്തത് 1993 പുറത്തിറങ്ങിയ മമ്മൂക്കയുടെ ധ്രുവം എന്ന സിനിമയാണ്. ഈ സിനിമയിൽ ജയറാം ഒരു ഷർട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്തത് എണ്ണയാ? ചേട്ടന്റെ ഓരോ നിർബന്ധങ്ങൾ. ഈ ഷർട്ട് ശ്രദ്ധിച്ചു നോക്കണം. ഈ സെയിം ഷർട്ടാണ് ഈ സിനിമയിലെ വില്ലൻ ഇട്ടിരിക്കുന്നത്. ഇവനാണല്ലേ ഹൈദരെ തൂക്കാൻ പോണ പുതിയ ആരാച്ചാര്. നടക്കാൻ. അടുത്തത് 2005 പുറത്തിറങ്ങിയ കൊച്ചി രാജാവ് എന്ന സിനിമയാണ്. സിനിമയുടെ ഈ ഒരു സീനിൽ ഈ ഒരു ഡ്രസ് ഒന്ന് നോട്ട് ചെയ്യുക. നാടല്ലോ മുഖത്ത് ഈ മീശ വെച്ച് നടക്കാൻ. മീശ വച്ചതല്ല, തന്നെ ഉണ്ടായതാ. ഈ സെയിം ഡ്രസ് തന്നെ നമുക്ക് തൊട്ട് മുമ്പത്തെ വർഷം പുറത്തിറങ്ങിയ, അതായത് 2004 പുറത്തിറങ്ങിയ ജയസൂര്യയുടെ ഗ്രീറ്റിക്സ് എന്ന സിനിമയിൽ കാണാൻ സാധിക്കും. ഞാനൊന്ന് പറയട്ടെ ഗോപേട്ട. അടുത്തത് ലാലേട്ടന്റെ ഒപ്പം എന്ന സിനിമയാണ്. ഈ സിനിമയുടെ പാട്ട് സീനിൽ ഈ ഒരു ഡ്രസ് ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു സീൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സീൻ വരുന്നത്. ഡ്രസ് വാങ്ങുന്നതിന് മുമ്പേ സെയിം ഡ്രസ് ഇട്ട ഒരു സീൻ വന്നു. ഒരുപക്ഷെ ഇതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കാം. അതായത് ഈ സിനിമയിൽ ലാലേട്ടന്റെ ക്യാരക്ടർ ബ്ലൈൻഡ് ആണ്. ഒരുപക്ഷെ വാങ്ങിയ ഡ്രസ് വീണ്ടും വാങ്ങിയെന്ന് വരാം. അടുത്തത് ഈ വർഷം പുറത്തിറങ്ങിയ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഈ ഒരു സീനിൽ പുറകിൽ നിൽക്കുന്ന ഷർട്ട് ഒന്ന് നോട്ട് ചെയ്യുക. കോർട്ടിന് റസീത് വരാൻ തുടങ്ങിയപ്പോഴും മനസ്സിലായി സാറേ, സ്നേഹം എന്താണ്. അവരുടെ ഉദവിക്ക് രാകേഷ് വന്ന ഈ സെയിം ഷർട്ട് നമുക്ക് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മമ്മൂട്ടി നായകനായ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിൽ കാണാം.